ബാല്യത്തിൽ ഒരു പട്ടി എന്ന വാക്ക് വിളിച്ചാൽ പോലും അത് ഗൗരവമായി കാണുന്ന ആളുകളായിരുന്നു. അത് തിരുത്തിയവരായിരുന്നു. അതിന്റെ ഉദാഹരണം ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സമദാനി സാഹിബിന്റെ ഈ വീഡിയോ ഒരല്പം ഞാൻ എന്റെ പെങ്ങളെ എന്തോ എന്ന് പറഞ്ഞപ്പോ പെങ്ങളുമായുള്ള കലഹത്തിന്റെ ഇടയിൽ ഒരു വാക്ക് പറഞ്ഞു. നാട്ടിലെല്ലാരും പറയുന്ന അത്ര തെറിയൊന്നുമല്ല, മോശപ്പെട്ട വാക്കുമല്ല, പക്ഷെ അത്ര ഒരു സംസ്കാര സമ്പന്നമായിട്ടുള്ള ഭാഷാപ്രയോഗമല്ല. അന്ന് എനിക്ക് കിട്ടിയ അടി എല്ലാരും മുമ്പിലിട്ടിട്ട് എന്നെ അടിച്ചു. ഇനി പറയോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. സമദാനി സാഹിബിന്റെ നെഞ്ചുലക്കുന്ന വാക്കാണ് നിങ്ങൾ ഈ കണ്ടത്. ബാല്യത്തിൽ തെറിയെന്നല്ല പറഞ്ഞത്, മറിച്ച് എന്തോ ഒരു ശകാരവാക്ക് പെങ്ങളോട് പറഞ്ഞപ്പോഴേക്കും അവിടുത്തെ പ്രിയപ്പെട്ട മാതാവ് അല്ലെങ്കിൽ പിതാവ് നന്നാകണമെന്നുള്ള നിലക്ക് ശിക്ഷണം നൽകുകയാണ്. ടീച്ചർമാരും അങ്ങനെ തന്നെയാണ്. കുട്ടിയൊന്ന് മോഡേണായിട്ട് മുടി വെട്ടിയാൽ കുട്ടിക്ക് അങ്ങനെ വെട്ടാൻ പാടില്ല എന്ന് പറയുന്ന ടീച്ചറിന് കുട്ടി അങ്ങനെ മുടി വെട്ടിയത് കൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ല. 6, 7, 8 ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ കൃത്യമായി സ്വഭാവം രൂപീകരിക്കപ്പെടുന്ന കാലയളവാണ്. ചെറുപ്പത്തിൽ തന്നെ ധാർമ്മിക ബോധത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ടീച്ചർമാർ നമ്മൾ ഉപദേശിക്കുന്നത്. ടീച്ചർമാർക്ക് ഞങ്ങളെ ചീത്ത പറയാനോ വഴക്ക് പറയാനോ അവകാശമില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. മൈ ബോഡി മൈ റൈറ്റ്സ് എന്ന് എല്ലാവർക്കും കുട്ടികൾക്കും അറിയാം. അതുകൊണ്ട് അവര് ടീച്ചർമാരോട് പോലും മുഖത്ത് നോക്കി തറുതല പറയുന്ന ഒരു കാലഘട്ടമാണ്. മാത്രമല്ല അവരെ പറയാൻ പ്രേരിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ചില കാപാലികന്മാരുടെ വീഡിയോയും അവരുടെ ആശംസയും അവരുടെ ആക്രോശവുമാണെന്ന് ഈ അവസരത്തിൽ പറയാതെ വയ്യ. കഴിഞ്ഞ ദിവസം സ്കൂൾ കട്ട് ചെയ്ത് കുട്ടികൾ തൊപ്പീനെ കാണാൻ വേണ്ടി പോയി. ഒരുപാട് ദൂരെ നിന്ന് കുട്ടികൾ കാൽനടയായിട്ടാണ് വന്നത്. അത്രയും ത്യാഗം സഹിച്ചു വന്ന കുട്ടികളോട് ചോദിച്ചു, നിങ്ങളെല്ലാം മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ തൊപ്പിയിൽ നിങ്ങൾക്ക് ആകൃഷ്ടമായ കാര്യം എന്താണെന്ന് ചോദിച്ചു. അവനിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഘടകം എന്താണ് അവന്റെ പ്രത്യേകത? കുട്ടികൾ മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്താണ് തൊപ്പിനെ ഇഷ്ടപ്പെടുന്നത്? തൊപ്പിനെ തെറിവിളിയും കണ്ടന്റും. തെറിവിളിക്ക് ഇഷ്ടമാണോ? പിന്നെ വീട്ടിലെ അച്ഛനമ്മയൊക്കെ അറിയുന്നുണ്ട്? അതെ അതെ, തെറിയാൻ കുട്ടികൾ ആസ്വദിക്കുകയാണ്. പിഞ്ചു ബാല്യങ്ങൾ ഇത്തരം അസഭ്യങ്ങളും ആഭാസത്തരങ്ങളും ആസ്വദിക്കുകയാണ്. ഇത് മുന്നോട്ട് പോയാൽ പ്രിയപ്പെട്ട അമ്മമാരെ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട പിതാക്കന്മാരെ, നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. വളാഞ്ചേരിയിൽ തൊപ്പി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നിഹാദ് വന്നുണ്ടാക്കിയ കോലാഹലങ്ങൾക്ക് ശേഷം പൊതുസമൂഹം വളരെ കൃത്യമായി ആ വിഷയത്തെ അഡ്രസ് ചെയ്യുകയും ഇത് വെച്ചുപൊറുപ്പിക്കാൻ പാടില്ല, ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്ന് എല്ലാ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളും ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയും നല്ല വാക്ക് പറയുകയും ചെയ്തപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇന്ന് രാവിലെ തൊപ്പി എന്ന നിഹാദ് ലൈവിൽ വന്നപ്പോൾ 1.5 ലക്ഷത്തിലധികം ആളുകൾ അദ്ദേഹത്തിന്റെ വീഡിയോ കാണാൻ വേണ്ടി പ്രേക്ഷകരായിട്ട് തത്സമയം ഉണ്ടായിരുന്നു എന്ന് ഓർക്കുമ്പോൾ, അതിലധികവും ചെറിയ ചെറിയ കുട്ടികളാണെന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത മനപ്രയാസം തോന്നുകയാണ്. എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത്? സാക്ഷര കേരളം എന്ന് അഭിമാനിക്കുന്ന ഒരു നാടിന്റെ പോക്ക് കണ്ടിട്ട് നിങ്ങൾക്കാർക്കും മനസ്സിൽ വേദന തോന്നുന്നില്ല എങ്കിൽ നമ്മളെല്ലാവരും അനുഭവിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൊപ്പി ആസ്വദിക്കുകയും തൊപ്പിക്ക് വേണ്ടി വാദിക്കുകയും ചെയ്ത ചില ആളുകൾ പറഞ്ഞ ന്യായീകരണം ഇതാണ്: ബാല്യകാലത്ത് കുടുംബത്തിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളാണ് ആ പയ്യനെ ഇത്രമേൽ ടോക്സിക് ആക്കിയത്. ഞാൻ അവരോട് ചോദിക്കുന്നത്, ഒരാളുടെ ഭ്രാന്തമായ അവസ്ഥ അല്ലെങ്കിൽ ഒരാളുടെ മനോവൈകൃതം അത് അയാളിൽ മാത്രം അധിഷ്ഠിതമല്ലേ? അതിനെ ഏറ്റെടുക്കുന്ന ആളുകൾ, അതിനെ വിഷ്വൽ ചെയ്യുന്ന ആളുകൾ, പ്രചരിപ്പിക്കുന്ന ആളുകൾ, തെറിയും ആഭാസത്തരങ്ങളും വളരെ സന്തോഷകരമായി ആനന്ദകരമായി ആളുകളിലേക്ക് പങ്കുവെക്കണമെന്ന് പറയുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ആളുകൾ ഏതുതരം മനോവൈകൃതമുള്ളവരാണ്? നമ്മളൊക്കെ ഇന്ന് കഞ്ചാവിനും മദ്യത്തിനും ലഹരിക്കൊന്നും അടിമയാകാതിരുന്നത് നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ ചിട്ടയൊത്ത ജീവിതവും അവർ നമ്മളെ കൃത്യമായി സംസ്കരിച്ച് ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് വഴി കാണിച്ചു തന്നതും അതിനെ നിരന്തരമായി നിതാന്തമായ ജാഗ്രതയോടുകൂടി നമുക്ക് തണലായിട്ട് അവർ നിന്നതുകൊണ്ടുമാണ് ഇന്ന് സുദൃഢമായ പല സ്ഥാനത്ത് നമ്മൾ എത്തിയതും നമ്മൾ ഇന്ന് അതിനെ ഓർത്ത് വല്ലാതെ സന്തോഷിക്കുകയും ചെയ്യുന്നത്. പല ആളുകളും ഈ വിഷയത്തിൽ രംഗത്ത് വന്ന് പ്രതികരിക്കാത്തത് ട്രോളും അല്ലെങ്കിൽ ഫാൻസുകാർ ചീത്ത പറയും. എനിക്ക് അങ്ങനത്തെ ഭയമുള്ള ആളല്ല. നമ്മളെപ്പോഴും ശരി പറഞ്ഞുകൊണ്ടിരിക്കുക. ഏത് കാലത്താണ് ശരി പറഞ്ഞവരെ കല്ലെറിയാതിരുന്നിട്ടുള്ളത്? ഏത് കാലത്താണ് നന്മയുടെ അല്ലെങ്കിൽ ധർമ്മപക്ഷത്തിൽ നിന്ന് ധാർമ്മിക ബോധം നൽകിയവരെ ചീത്ത പറയാത്തൊരു കാലഘട്ടം ഏതാണ്? ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും
മുസ്ലിയാര് പറഞ്ഞാലും പൂജാരി പറഞ്ഞാലും പള്ളിയിലച്ചൻ പറഞ്ഞാലും ഏത് നാട്ടിലും ധർമ്മം പറയുന്നുവോ അതിനെ ചീത്ത വിളിക്കാനും അപഹസിക്കാനും ആയിരക്കണക്കിന് ആളുകളുണ്ടാകും. എല്ലാവരും നന്മയുടെ പക്ഷത്ത് നിൽക്കുമെന്ന് നമ്മൾ ഒരിക്കലും ധരിക്കരുത്. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയുക. പ്രത്യേകിച്ച് മുസ്ലിം പണ്ഡിതന്മാരോട് ഞാൻ പറയുകയാണ്, പറയാൻ അർഹനല്ല, ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്, എന്നിരുന്നാലും പറയുകയാണ്, പള്ളിയിൽ ജുമഅക്കടക്കം ഇതിനെക്കുറിച്ച് ഒരു ബോധ്യവും കൊടുത്തില്ലെങ്കിൽ മഹല്ലത്തുകളിൽ വളർന്നു വരുന്ന ക്രിമിനലുകൾ അത് ചെറിയ തോതിലല്ല, നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്താണ്. എന്റെയും നിങ്ങളുടെയൊക്കെ വീട്ടിൽ തൊപ്പികൾ വളർന്നു വരുന്നുണ്ട്. ഇതൊരു നിഹാദിനെ ആക്ഷേപിക്കുക എന്നുള്ള ലക്ഷ്യമല്ല പറയുന്നത്, മറിച്ച് നിഹാദിൽ ഇപ്പൊ ഭ്രാന്തമായുള്ള ഒരവസ്ഥ ഉണ്ടല്ലോ, ടോക്സിക് ആയ അവസ്ഥ. ആ അവസ്ഥ മറ്റുള്ളവർ പകർത്തിയെടുത്താൽ അഥവാ സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ ഏറ്റവും നല്ല മാർഗം അത് തോന്നിവാസം കാണിക്കലാണ്, ആഭാസ്ത്രം കാണിക്കലാണ്, സ്വന്തം നഗ്നത വെളിവാക്കലാണ്, കേട്ടാലറക്കുന്ന തെറി പറയാനാണ് ഒരാൾ ഒറ്റ നിമിഷം കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ നല്ലത് എന്ന ബോധ്യം കുട്ടികളിൽ ഉണ്ടായാൽ ഈ നാട് നാശത്തിന്റെ വക്കിലേക്ക് പോകില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് സ്നേഹത്തോടു കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു, എല്ലാ മതത്തിൽപ്പെട്ട രക്ഷകർത്താക്കളോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ കൃത്യമായി ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുകയും നിങ്ങളുടെ മക്കളെ ഇത്തരത്തിലുള്ള തിന്മയിൽ നിന്ന് അവരെ കൃത്യമായി ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അല്ല എങ്കിൽ നിങ്ങൾ മാത്രമല്ല അനുഭവിക്കേണ്ടി വരുന്നത്, ഈ നാട് മുഴുവനും ചില ആളുകളെ കൊണ്ട്, ചില ആഭാസന്മാരെ കൊണ്ട് ശല്യം, അങ്ങേയറ്റം ശല്യവും പ്രശ്നവും പ്രതിസന്ധിയും അനുഭവിക്കേണ്ടി വരും. നാടിന് മുഴുവനും നാശമായി തീരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ എല്ലാ സന്തോഷങ്ങളും സമാധാനങ്ങളും കെടുത്തിക്കളയുകയും പൊതുസമൂഹത്തിന് വലിയ നാശമായി ഇത്തരത്തിലുള്ള മക്കൾ വളർന്നു വരുമ്പോൾ മാറിപ്പോകുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആരെയും ആക്ഷേപിക്കലും അപഹസിക്കലും ലക്ഷ്യമല്ല, മറിച്ച് ബോധവും ബോധ്യവുമാണ് എന്റെ വീഡിയോയുടെ ലക്ഷ്യം.